ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ ദിവസത്തിൻ്റെ ജിജേഷാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾക്ക് വളരെ ചീപ്പായിട്ട് പാലക്കാട് നിന്ന് എങ്ങനെ ആൻഡമാൻ നിക്കോബാർ കണ്ട് തിരിച്ചു വരാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് ഒരു ട്രെയിനിൽ കയറി ഒരു ഫുൾ നൈറ്റ് ജേണിയിൽ നേരെ താമ്പരം പോയി ഇറങ്ങി. ചെന്നൈയിൽ നമുക്ക് ഡയറക്റ്റ് സെൻട്രലിൽ പോയി ഇറങ്ങാം, പക്ഷേ സെൻട്രലിലേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ താമ്പരത്തേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നേരെ ബസ് കയറി ചെന്നൈ എയർപോർട്ടിലോട്ട് പോയി. നമ്മൾ ബോർഡിങ് ചെയ്യുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബോർഡിങ് ചെയ്തു. നിങ്ങൾക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് വളരെ ചീപ്പായിട്ട് നമ്മൾ മെട്രോയിൽ തന്നെ പോകാൻ പറ്റും. മെട്രോയിൽ തന്നെ നേരെ എയർപോർട്ടിനുള്ളിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ താമ്പരത്തായപ്പോൾ അവിടെ നിന്ന് മെട്രോ ഇല്ല എയർപോർട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ബസ് കയറി നേരെ എയർപോർട്ടിലോട്ട് പോയി. നമ്മൾക്ക് ഗസ്റ്റ് വന്നിട്ട് കോയമ്പത്തൂരിൽ നിന്നാണ്. ഒരു 10-28 പേരുണ്ടായിരുന്നു. അവരെയും കൂട്ടി നേരെ പല ആൾക്കാരും ആദ്യമായി ട്രെയിൻ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റും ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അതെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെപ്പോലെ തന്നെ വീഡിയോ എടുത്ത് നടക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് നേരെ വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങി. ആൻഡമാൻ നിക്കോബാറിലെ എയർപോർട്ടിൻ്റെ പേരാണ് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെ ഇറങ്ങി നമ്മൾ ആളുകളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ അവിടെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിന് വെളിയിലോട്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി അവിടെ വണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഡ്രൈവറെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മളെ എല്ലാ ആൾക്കാരും വളരെ സേഫായിട്ട് ആൻഡമാൻ നിക്കോബാർ വന്ന് റീച്ച് ചെയ്തു. ഇനി ബാലൻസ് വീഡിയോ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.